നമസ്തേ. എല്ലാവർക്കും 10ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ. ഈ വർഷത്തെ യോഗ ഡേയുടെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. നമുക്കറിയാം, നമുക്കൊരു സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം നമ്മളിൽ ആ മാറ്റം വരണം. നമ്മളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുമ്പോഴാണ് നമുക്കത് സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റുക. അത് തന്നെയാണ് ഈ വർഷത്തെ യോഗ ഡേയുടെ തീം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ യോഗ പരിശീലിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുമ്പോൾ അത് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആസന ചെയ്യുന്ന ഒരു ആളുടെ രൂപമാണ്, അല്ലെങ്കിൽ ഒരു ശീർഷാസന ചെയ്യുന്ന ആളുടെ രൂപമാണ്. അത് നമ്മൾ യോഗ പ്യൂർലി ഒരു ഫിസിക്കൽ പ്രാക്ടീസ് ആണെന്ന് വിചാരിക്കുന്നുകൊണ്ടാണ്. ആക്ച്വലി കുറെ ആൾക്കാർക്ക് യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്. ചില ആൾക്കാർക്ക് അതൊരു തെറാപ്യൂട്ടിക് പ്രാക്ടീസ് ആണ്. തൈറോയിഡ് കുറയ്ക്കാനോ, ഡയബറ്റിസ് മാറാനോ, ഹൈപ്പർ ടെൻഷൻ മാറാൻ, ആർത്രൈറ്റിസ്, ആസ്മ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് യോഗ. ഇതൊരു കോംപ്ലിമെന്ററി സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ചില ആൾക്കാർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഇല്ലാണ്ട് അവർക്ക് ഒരു കാം, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കഴിവ് തരുന്ന പ്രാക്ടീസാണ് യോഗ. വേറെ കുറെ ആൾക്കാർക്ക് ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. യോഗ പരിശീലിക്കുന്നതുകൊണ്ട് ഈ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. പക്ഷെ യോഗ മെയിൻലി ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. യോഗ ചെയ്യുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യം, അസുഖമില്ലാണ്ടാകുക, ഫിസിക്കലി ഫിറ്റ് ആകുക, മെന്റലി ഫിറ്റ് ആകുക, നമുക്ക് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഓരോ ഡിസിഷൻസ് എടുക്കാൻ പറ്റുക, നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ പഠിത്തത്തിൽ എക്സൽ ചെയ്യാൻ പറ്റുക. ആ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. യോഗ എന്ന വാക്ക് യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് എടുത്തതാണ്. യുജ് എന്നാൽ യൂണിയൻ, യുജ്യത്തെ അനേന ഇതി യോഗ. യോഗ എന്നാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ ആണ് എന്നാണ് ഒരു യോഗയുടെ വ്യാഖ്യാനം. അപ്പോൾ യോഗ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. വേറെ ഒരു യോഗയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ. യോഗ എന്ന് പറഞ്ഞാൽ മനസ്സിലെ ചിന്തകളെ കാം ചെയ്യുന്ന, റിലാക്സ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് എന്നാണ്. അപ്പൊ യോഗ ഒരു മെന്റൽ പ്രാക്ടീസ് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മളിപ്പോ പോകുമ്പോൾ ഒരു യോഗ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ മെയിൻലി നമ്മൾ ആസന പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ആസന പ്രാണായാമമാണ് എല്ലാം യോഗ സെന്റേഴ്സിൽ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആസനാസ് ചെയ്യുന്നത് ആസന വഴി നമ്മൾ ബോഡീനെ ഒരു ടൂൾ, ഒരു ഉപാധിയായിട്ട് ഉപയോഗിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ശരീരത്തിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് ആസന പ്രാക്ടീസ് ചെയ്ത് അതുവഴി നമ്മൾ മനസ്സിനെയും ശ്വാസത്തിനെയും ശരീരത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് യോഗ. ശ്രീ അരബിന്ദോ ഘോഷ് പറഞ്ഞിരിക്കുന്നത് യോഗ ഇസ് എ ടൂൾ ഫോർ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അറ്റ് 5 levels: at physical, mental, intellectual, emotional and spiritual levels. At physical level യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആരോഗ്യം, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാകില്ല, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ആൻഡ് അറ്റ് മെന്റൽ ലെവൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ധൈര്യം, ബ്രേവറി, നമുക്ക് ലൈഫിലുള്ള ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകും, വിൽ പവർ ഉണ്ടാകും, ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. അറ്റ് ഇന്റലക്ച്വൽ ലെവൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കും, അതുപോലെ തന്നെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും, നമുക്ക് ഓവറായിട്ട് ഒരു കാര്യത്തിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാകില്ല. അറ്റ് ഇമോഷണൽ ലെവൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ സമചിത്തത. യോഗയുടെ ഒരു ഡെഫിനിഷൻ തന്നെ സമത്വം യോഗ ഉച്ചത്തെ എന്നാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദ്വന്ദ്ങ്ങളുണ്ട്, ഡ്യുവാലിറ്റീസ് ഉണ്ട്. സക്സസ്, ഫെയിലിയർ, ജോയ്, സോറോ, അല്ലെങ്കിൽ ബർത്ത്, ഡെത്ത്, ഹീറ്റ്, കോൾഡ്, അങ്ങനെ ഡ്യുവാലിറ്റീസ് ഉണ്ട്. എപ്പോഴും നമ്മളുടെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് അതെല്ലാം സമചിത്തതയോടെ, ഈക്വാനിറ്റിയോടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് ഒരു കഴിവ് തരുന്ന പ്രാക്ടീസാണ് യോഗ. അറ്റ് സ്പിരിച്വൽ ലെവൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ 6 എനിമീസ് ഉണ്ട് മനുഷ്യന്റെ ഉള്ളിൽ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെ കുറഞ്ഞിട്ട് ദൈവിക ഗുണങ്ങൾ കൂടും. ലൈക്ക് കമ്പാഷൻ, ടോളറൻസ് ആൻഡ് ലവ് ഫോർ എവ്രി വൺ, കരുണ, മൈത്രി, ബ്രേവറി,
കറേജ്, ക്ലാരിറ്റി, കണ്ടെന്റ്മെന്റ്, അങ്ങനത്തെ ദൈവിക ഗുണങ്ങൾ എല്ലാവരിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളിൽ കൂടും. BK Iyengar, ഒരു ഫേമസ് യോഗ ഗുരു, പറഞ്ഞിരിക്കുന്നത് യോഗ ടീച്ചേഴ്സ് us to endure which cannot be cured and cure which need not be endured. എൻ്റെ ഫേവറേറ്റ് യോഗ കോട്ടാണിത്. ഇത് യോഗ പ്രാക്ടീസിനെ വളരെ ആപ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കോട്ടാണ്. അതിൻ്റെ അർത്ഥം, നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, സ്ട്രെസ്, ഇതൊക്കെ നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ക്യൂർ ചെയ്യാൻ യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഓവർകം ചെയ്യാൻ യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചില അസുഖങ്ങൾ നമുക്ക് ഇപ്പോൾ ക്യൂർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചില ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ മരണം, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മരണം, അല്ലെങ്കിൽ അതൊക്കെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ചില തരത്തിലുള്ള അസുഖങ്ങൾ, ചില ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും എക്സ്പീരിയൻസസിനെയും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അത് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ യോഗയെക്കുറിച്ച് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. യോഗ എത്ര ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നു, ഓരോരുത്തർക്കും അവരവരുടെയായ ഡെഫിനിഷൻസ് ഉണ്ട് യോഗയെക്കുറിച്ച്. അവരുടെ അനുഭവങ്ങൾ വെച്ച് അവർ യോഗയെ വേറൊരു തരത്തിലാണ് കാണുന്നത്. എനിക്ക് യോഗ എന്ന് പറഞ്ഞാൽ ഒരു സയൻസാണ്. യോഗ ഇസ് എ എക്സ്പീരിയൻഷ്യൽ സയൻസ്. നമുക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. നമ്മൾ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിട്ട് അത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അത് പ്രൂവ് ചെയ്യുക. വീണ്ടും നമ്മൾ ആ എക്സ്പെരിമെന്റ് ആവർത്തിച്ചാൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടണം. അതിനാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. യോഗ അതേപോലത്തെ ഒരു സയൻസാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് എക്സ്പെരിമെന്റ് ചെയ്യണത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യോഗ ഒരു എക്സ്പീരിയൻഷ്യൽ സയൻസ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാല്, ഇപ്പൊ മധുരം കഴിക്കാത്ത ഒരാള്, ഷുഗർ എന്താന്ന് അറിഞ്ഞൂടാത്ത ഒരാളുടെ അടുത്ത് ഞാൻ പറയാണ് പഞ്ചസാര എന്നാൽ വെളുത്തിരിക്കും, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ഇതെന്താന്ന് മനസ്സിലാകില്ല. പക്ഷെ ഒരു തരി പഞ്ചസാര കഴിക്കുമ്പോഴാണ് അയാൾക്ക് മധുരം എന്താന്ന് മനസ്സിലാവുക, ഷുഗർ എന്താണെന്ന് മനസ്സിലാവുക. അതുപോലെ തന്നെ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ യോഗ ഡേയുടെ മെസ്സേജിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, എല്ലാവരും യോഗ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട്, ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ആയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 3 months റെഗുലറായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം. എനിക്ക്